നിർധനരും അശരണരുമായ രോഗികളെയും കിടപ്പ് രോഗികളെയും വീടുകളിലെത്തി സൗജന്യമായി പരിചരിച്ച് മരുന്ന് നൽകുന്ന കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കരുണയുടെ ചെയർമാനും MLA-യുമായ സജി ചെറിയാൻ നിർവഹിച്ചു. നിർധനരും അശരണരുമായ രോഗികളെയും കിടപ്പ് രോഗികളെയും വീടുകളിലെത്തി സൗജന്യമായി പരിചരിച്ച് മരുന്ന് നൽകുന്ന കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു. ലാബിന്റെ ഉദ്ഘാടനം കരുണ പാലിയേറ്റീവ് ചെയർമാനും MLA-യുമായ സജി ചെറിയാൻ നിർവഹിച്ചു. എല്ലാ സംവിധാനങ്ങളും കൂടിയാണ് ഈ ലാബ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പരിശോധന എത്ര മിതമായ നിലയ്ക്കും ഇവിടെ പരിശോധന നടത്തുക ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ രണ്ടാമത്തെ ലാബാണ്. ചെങ്ങന്നൂരിൽ കരുണയ്ക്ക് സ്വന്തമായി മെഡിക്കൽ സ്റ്റോറുണ്ട്. വാങ്ങിക്കുന്ന വിലയ്ക്ക് മരുന്ന് കൊടുക്കുക, അതാ മെഡിക്കൽ സ്റ്റോർ ഉദ്ദേശം. മാന്നാറിൽ ഒരു മെഡിക്കൽ സ്റ്റോർ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഭാവിയിൽ മാന്നാറിൽ ഒരു മെഡിക്കൽ സ്റ്റോർ എന്തായാലും വരും എന്ന കാര്യം ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ചെങ്ങന്നൂരിൽ മരുന്ന് കൊടുക്കും. പക്ഷെ ഒന്നും അറിയത്തില്ല. കൂടുതൽ ആളുകൾ അറിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഒത്തിരി ആളുകൾ അറിഞ്ഞു വന്നാൽ ഞങ്ങൾക്ക് അത്രയും പേർക്ക് മരുന്ന് കൊടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നവർ വന്നത് മേടിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷെ വാങ്ങിക്കുന്ന വിലയ്ക്കാണ് ഞങ്ങൾ പൈസ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഈ ശമ്പളവും കൊടുക്കുന്നത്? റെഡി ക്യാഷ് കൊടുത്താൽ 1% നമുക്ക് അധികമായി കിട്ടും. ആ പൈസയാണ് നമ്മൾ അതിനുവേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പോൾ ലാഭമാകാതെ ചെങ്ങന്നൂരിൽ കരുണ മെഡിക്കലിന്റെ ഒരു മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മറ്റൊരു പ്രവർത്തനം ഞങ്ങളായിട്ട് കരുണ ഹോംസ് എന്ന് പറയുന്ന ഒരു പദ്ധതി. നിങ്ങളെ ഒക്കെ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല. പക്ഷെ 63 വീട് ഈ കാലയളവിൽ ചെങ്ങന്നൂർ മനോഹരമായ വീട് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ പൂർത്തീകരിച്ചു കൊടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ പാലിയേറ്റീവ് പ്രസ്ഥാനമാണ് കരുണ പെയിൻ. നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയങ്കരമായ നമ്മുടെ പഴയ ഞങ്ങളുടെ കോർഡിനേറ്റർ സന്തോഷിന്റെ ഭവനം ഉൾപ്പെടെ ആ ഭവനം പിന്നെ വലിയ തുകയാണ്. 25 ലക്ഷം രൂപയുടെ കെട്ടിടമാണ് ഞങ്ങൾ കൊടുത്തു കൊടുത്തത്. അങ്ങനെ 63 വീടുകൾ ഏറ്റവും നിരാലംബരായ നിർത്തലായ കുടുംബങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. 2-3 വീടുകളുടെ നിർമ്മാണം നടന്നു വരുന്നുണ്ട്. വെൺമണിയിൽ ഞങ്ങൾക്ക് സൗജന്യമായി നൽകിയ ദാമോദരംകുളത്തേക്കുള്ള 1 ഏക്കർ സ്ഥലത്ത് 36 ഫ്ളാറ്റുകളാണ് പണിയുന്നത്. അതിൽ 4 ഫ്ളാറ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ PD ശശിധരൻ അധ്യക്ഷനായി. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാമണി, വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെമിൻ P. വർഗീസ്, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ്, വൈസ് പ്രസിഡന്റ് ലത PA, നായർ സമാജം സ്കൂൾ മാനേജർ വിശ്വനാഥൻ നായർ, കരുണ സെക്രട്ടറി NR സോമൻപിള്ള, കരുണ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് സുരേഷ് മത്തായി, ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കരുണ ചീഫ് കോർഡിനേറ്ററുമായ സിബു വർഗീസ്, 18-ാം വാർഡംഗം ശാന്തിരി ബാലകൃഷ്ണൻ, CPM മാന്നാർ ഏരിയ സെക്രട്ടറി PN ശെൽവരാജൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.